ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ നടക്കാൻ പോകുന്നതാണോ അല്ല പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നതാണോ എന്ന് അല്ല. ഇത് ഈ കേരളം നേടുക തന്നെ ചെയ്യും. നേടുമെന്നുള്ളതൊരു ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ്, ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. അല്ലാതെ കേവലമായിട്ട് സാധിക്കുന്ന ഒന്നല്ല ഇത്. നല്ല റോഡ്, നല്ല പാലം, നല്ല ആശുപത്രി, നല്ല സ്കൂൾ കെട്ടിടം എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് തൊഴിലില്ലായ്മയാണ് പരിഹരിക്കേണ്ടത്. ആ തൊഴിലില്ലായ്മ നമുക്ക് കേരളത്തിൽ പരിഹരിക്കാം. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ള പദ്ധതി KDSCന്റെ ഭാഗമായി ഐസക് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോഴും മഹാ ജോബ് ഫെയർ നടന്നു വരികയാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അതാണ് തുടക്കം. അതിങ്ങനെയാണ്, കണക്റ്റിംഗ് തളിപ്പറമ്പ് എന്നാണ് അതിൻ്റെ പേര്. കണക്റ്റിംഗ് തളിപ്പറമ്പ്. രാജ്യത്ത് ഒരു MLAയും ഒരു 15 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടില്ല. ഇതിനു മുമ്പ് ശുപാർശ ചെയ്തിട്ടുണ്ടാവും, ശുപാർശയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഈ കമ്പനി തുടങ്ങിയല്ലേ, എൻ്റെ മണ്ഡലത്തിൽ ഇന്നയാൾക്ക് അല്ല ഇത്രയാൾക്ക് ജോലി കൊടുക്കണം. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളം ജോലി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ച മണ്ഡലമാണ് തളിപ്പറമ്പ്. അതിന് കൊടുത്ത പേരാണ് കണക്റ്റിംഗ് തളിപ്പറമ്പ് എന്ന്. അതിൻ്റെ ഭാഗമായിട്ട് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു. ലോകത്തിൻ്റെ വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടു. 1064 ആളുകളെ രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തരായവരെ ഉൾപ്പെടെ ചേർത്ത് അവരെ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ 1 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലും ഇന്ത്യയിലും കേരളത്തിലുമായി 1300 ആളുകൾക്ക് കണക്റ്റിംഗ് തളിപ്പറമ്പിൻ്റെ ഭാഗമായി ജോലി കൊടുത്തു. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്ന ഒരു ജനവിഭാഗം ഈ പ്രവാസി ജനങ്ങൾ തന്നെയാണ്. അവർക്കുള്ള വരുമാനം, അവരുടെ ഭാഗമായിട്ട് അവരുടെ കുടുംബത്തിലെത്തുന്ന വരുമാനം, ഇങ്ങനെ പലതരത്തിൽ കേരളത്തിലേക്ക് ഒഴുകി വരുന്ന കോടിക്കണക്കിന് ഉറുപ്പിക യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്ലാൻ ഫണ്ടിനേക്കാൾ കൂടുതലാണ് എന്നാണ് ഔദ്യോഗികമായ നമ്മുടെ കണക്ക്. ഒരു വലിയ സംഖ്യ കേരളത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അതിപ്പോഴല്ല, തുടർച്ചയായി സാധാരണ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന നിലപാടുകളും സമീപനവും സ്വീകരിച്ച് വളരെ ഫലപ്രദമായ ഇടപെടൽ നടത്തിയപ്പോൾ ഈ വരുന്ന നവംബർ 1-ാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദാരിദ്ര്യം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ്. എല്ലാവർക്കും വീട്, അതാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള മുദ്രാവാക്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ 2 സ്നേഹ വീട് താക്കോൽ ദാനം നിർവഹിക്കാനും 2 സ്നേഹ വീടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്യുന്ന പരിപാടി. 5 ലക്ഷം ആളുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇതിനകം തന്നെ വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷം വീട്. ഇപ്പോൾ പാവപ്പെട്ട മനുഷ്യർക്ക് താമസിക്കാനൊരിടം, അത് ജീവിതത്തിലൊരു സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് 5 ലക്ഷം ആളുകൾക്ക് വീട് നൽകുന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഒരു 1-2 ലക്ഷം ആളുകൾക്ക് വീട് നൽകേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതി ഇപ്പോഴും ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനു പുറമെയാണ് സന്നദ്ധ സംഘടനകൾ
സാന്ത്വനത്തിൻ്റെ ഭാഗമായിട്ട് 2 വീടിൻ്റെ താക്കോൽ ഇപ്പോഴും കൊടുക്കുകയാണ്. 2 വീട് കൂടി നിർമ്മിക്കാൻ പോവുകയാണ്. CPIM വ്യക്തമായിട്ട് തീരുമാനിച്ചു, ഒരു ലോക്കൽ കമ്മിറ്റി ആ പ്രദേശത്തെ ഏറ്റവും ദുർബലരായ ആളുകളിൽ നിന്നൊരാളെ കണ്ടെത്തിയിട്ട് ഒരു വീട് സൗജന്യമായി വെച്ചു കൊടുക്കണം. ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലയിലും എല്ലാ ലോക്കലിലും വീട് മിക്കവാറും വെച്ച് കഴിഞ്ഞു. ഏതാണ്ട് 3000-ഓളം വീട് 2444 ലോക്കൽ കമ്മിറ്റികളാണ് പാർട്ടിക്ക് കേരളത്തിലുള്ളത്. ഒരു ലോക്കലിൽ 15ാമത്തെ വീട് നൽകുന്ന ദിവസം ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആ ലോക്കൽ അതിർത്തിയിൽ പരിപാടിക്ക് ചെയ്യാൻ പോയി. 15ാമത്തെ വീടാണ്. ഒരു അത്ഭുതകരമായ പ്രവർത്തന സവിശേഷതയായിരുന്നു ആ ലോക്കലിൽ പ്രകടിപ്പിച്ചത്. നന്നായിട്ട് കൂലിപ്പണിക്കാരുള്ള, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശം. അവിടെ തൊഴിൽ കഴിഞ്ഞ് വന്നാൽ രാത്രി ഒരു ഉത്സവം പോലെയാണ്. പാവപ്പെട്ട മനുഷ്യരെ കണ്ടെത്തി അവർക്ക് വീടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സൗജന്യമായ അധ്വാനം. രാത്രികാലങ്ങളിൽ ലൈറ്റൊക്കെ വെച്ച് നാട്ടുകാരെല്ലാം കൂടി ഭക്ഷണമൊക്കെ തയ്യാറാക്കി പണിയെടുത്തുകൊണ്ടാണ് 15 വീടും പൂർത്തിയാക്കിയത്. ആ 15ാമത്തെ വീട് അതിൻ്റെ താക്കോൽ ദാനത്തിനാണ് ഞാൻ പോയത്. മാതൃകാപരമായൊരു പ്രവർത്തനമാണ്. ഒറ്റൊരു ലോക്കലാണ് ഞാൻ പറയുന്നത്, ഒരു ലോക്കൽ കമ്മിറ്റി. ഇതിൻ്റെ എല്ലാ ഭാഗമായി ഏതാണ്ട് 3000-ഓളം വീട് CPIM-ൻ്റെ ലോക്കൽ കമ്മിറ്റികൾ ചേർന്ന് ഇപ്പോഴും കേരളത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും ആ രീതിയിലുള്ള വീട് ലോക്കൽ കമ്മിറ്റികൾ നൽകി വരികയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത അഭിലാഷം, എനിക്ക് അടച്ചുറപ്പുള്ള എൻ്റെ സ്വന്തമായ ഒരു വീട്ടിൽ കിടന്നുറങ്ങാനാവണം, ജീവിക്കാനാവണം എന്നുള്ളതാണ്. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇപ്പോഴത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. 5 ലക്ഷം വീട് പൂർത്തിയായിട്ടുണ്ട്. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആരോഗ്യ മേഖല. നമുക്കറിയാലോ, ലോകത്തിന് വിസ്മയമായിരുന്നു ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ ഇടപെടൽ. പ്രത്യേകിച്ച് നമ്മൾ കണ്ടത് കോവിഡ് വന്നപ്പോഴാണ്. കോവിഡ് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മലയാളിയുണ്ട്. ആ മലയാളി ഒന്നടങ്കം ഒരേ ഒരു ശ്രദ്ധ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്, എങ്ങനെ കേരളത്തിലേക്ക് തിരിച്ചു പോകാം. ചാർട്ടേഡ് വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുമുള്ള മലയാളികളെ കേരളത്തിലേക്ക് എത്തിച്ചു. ആ എത്തിയ ഓരോരുത്തരെയും കേരളം അതിൻ്റെ അഭിമാനപൂർവമായ ശേഷിയോടെ, കഴിവോടെ പരിചരിച്ചു. 104 വയസ്സുള്ളവരെ പോലും കോവിഡ് ബാധിച്ചവരെ നമ്മൾ രക്ഷപ്പെടുത്തി. സൗജന്യമായ ചികിത്സ നൽകി, സൗജന്യമായി ഭക്ഷണം നൽകി, വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള സൗജന്യ യാത്ര, വീട്ടിൽ നിന്ന് സൗജന്യമായി വീട്ടിലേക്ക്, നാട്ടിലെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക്. ഇതെല്ലാം കേരളം പോലെ മറ്റൊരു നാടും കോവിഡ് പശ്ചാത്തലത്തിൽ നിർവഹിച്ചിട്ടില്ല ഈ ചുമതല. ആ ചുമതല നിർവഹിക്കാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ അപാരമായ ശേഷിയാണ്, കഴിവാണ്. യൂറോപ്പിനെ പറ്റിയെല്ലാം നമ്മൾ സാധാരണ പറയും, വലിയ കഴിവുള്ളവരാണ് ഡോക്ടർമാരുൾപ്പെടെ. പക്ഷേ ലോകത്തെ ഏത് ഡോക്ടർമാരെ പോലെയും ചിലപ്പോഴതിനേക്കാൾ അപ്പുറം ശേഷിയുള്ളവരാണ്, കഴിവുള്ളവരാണ് നമ്മുടെ കേരളത്തിലെ ആതുര ശുശ്രൂഷാ മേഖലയിലുള്ള ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സുമാരും പാരാമെഡിക്കൽ മേഖലയിലുള്ളവരുമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് അമേരിക്കക്കാർക്ക് തന്നെ പറയേണ്ടി വന്നത്, ഇന്ത്യയെപ്പറ്റി പൊതുവായിട്ടല്ല പറഞ്ഞത്, കേരളം എന്ന ഒരു നാടിനെ പറ്റി, ഒരു രാജ്യം പോലെ അവർ പറഞ്ഞു, വിസ്മയം തീർത്തു എന്നാണ്. ഇപ്പോൾ സൗജന്യ ചികിത്സ, മെച്ചപ്പെട്ട ചികിത്സ,
നമുക്ക് നൽകാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മരണനിരക്ക് നല്ലതുപോലെ കുറക്കാൻ കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് വന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവരെയാണ് നമ്മൾ പരിചരിച്ചത്. ആ പരിചരണത്തിലൂടെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു നാടായി ക്യൂബ കഴിഞ്ഞാൽ കേരളമാണ് പിന്നീട് ലോക ശ്രദ്ധയാകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പോൾ ആ മേഖലയിൽ നമുക്ക് നല്ല മുന്നേറ്റമുണ്ട്. ആയുർദൈർഘ്യം നമുക്ക് വളരെ കൂടുതലാണ്. യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ആയുർദൈർഘ്യമുള്ളവരാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായിട്ട് നമുക്ക് താരതമ്യമില്ല. എത്രയോ വർഷം കഴിഞ്ഞാലും കേരളത്തോടൊപ്പം എത്താൻ നിരവധി സംസ്ഥാനങ്ങൾക്ക് ഇനിയും ആവില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആരോഗ്യ മേഖലയിൽ നമ്മൾ മുന്നിലാണ്. കുട്ടികളുടെ ശുശ്രൂഷ, അവരുടെ ജനനം മുതൽ അങ്ങോട്ടുള്ള പ്രവർത്തനം ഫലപ്രദമായി കേരളം ഏറ്റെടുത്തിട്ടുണ്ട്. ശിശുമരണ നിരക്ക് ലോകത്ത് തന്നെ കുറഞ്ഞു നിൽക്കുന്ന നാടുകളിലൊന്നാണ് കേരളം. അതേപോലെ തന്നെ പ്രസവിക്കുന്ന ഘട്ടത്തിലുള്ള അമ്മമാരുടെ മരണം വളരെ വളരെ നാമമാത്രമാണ് കേരളത്തിൽ. മിക്കവാറും കുട്ടികളുടെ ജനനം ആശുപത്രിയിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കേരളം വളരെയേറെ മുൻപന്തിയിലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ നമ്മൾ ശ്രദ്ധേയമായ രീതിയിലാണ്. അപ്പോഴാണ് നമ്മൾ പാലിയേറ്റീവിനെ പറ്റി ആലോചിക്കുന്നത്. സാധാരണ ആശുപത്രി മാത്രമല്ല, കിടപ്പ് രോഗികളായി പോയ ആളുകളെയെല്ലാം ശുശ്രൂഷിക്കാൻ, അവർക്ക് അത്യാവശ്യം മരുന്ന് കൊടുക്കാൻ, ട്യൂബ് മാറ്റാൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ആതുര ശുശ്രൂഷ, സ്വാന്തന പരിചരണം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് 15 വർഷം മുമ്പ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ മുൻകൈയെടുത്ത് പരിചരണ രംഗത്ത്, സാന്ത്വന രംഗത്ത് ഇതുപോലുള്ള സംവിധാനം വേണം എന്ന് തീരുമാനിക്കുകയും ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരവധി ജില്ലകൾ ലോകോത്തരമായ രീതിയിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനത്തിലെത്തി. ഇടുക്കി ജില്ല ഇന്നത്തോടുകൂടി ഏതാണ്ട് ആ പ്രവർത്തനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് മഹാസന്തോഷം. ഇനി ഓരോ ആളെയും നമ്മൾക്കിപ്പോൾ എത്ര കിടപ്പ് രോഗികളുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്നുള്ളത് കൃത്യമായ കണക്കുണ്ട്. ഓരോ പഞ്ചായത്തിനും എത്ര എന്നുള്ളതിൻ്റെ കണക്കുണ്ട്. ഓരോ പഞ്ചായത്തിലെയും പോകാൻ പര്യാപ്തമായ വളണ്ടിയർമാരെ നമ്മൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ പരിചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോം കെയർ തന്നെയാണ്. വീട്ടിലേക്ക് പോവുകയാണ്. മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം. മരുന്നുൾപ്പെടെയുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. പക്ഷേ എല്ലാറ്റിനേക്കാളും പ്രധാനം വീടുകളിൽ പോയി ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. പൊതുവായ അനുഭവം, ഈ സ്വാന്തന പരിചരണ രംഗത്ത് നിൽക്കുന്ന വളണ്ടിയർമാർ സ്ഥിരമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അത്തരം വീടുകളിലെ കുടുംബാംഗങ്ങളായിട്ട് മാറും. കുടുംബാംഗങ്ങളായിട്ട് അവർ സ്വയം മാറും. അതൊരു പുതിയ അനുഭവമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഇവരുകൂടി ചേർന്നുകൊണ്ടാണ് ആ കുടുംബം അവരുടെ സന്തോഷത്തിൽ, അവരുടെ പ്രയാസങ്ങളിൽ എല്ലാം ഈ വളണ്ടിയർമാർക്ക് അവരോടൊപ്പമുള്ള സ്ഥാനമുണ്ട്. ഇതൊരു ചെറിയ കാര്യമല്ല. ഓരോരുത്തരും ഓരോ കുടുംബത്തിൻ്റെയും അംഗങ്ങളായിട്ട് മാറുന്ന ഈ ഒരു പ്രത്യേക സ്നേഹവായ്പ് വേറെ എവിടെ നിന്നും ലഭിക്കുന്ന ഒന്നല്ല. ഹാപ്പിനെസ് എന്നുള്ളത് ഇനി കേരളത്തിൻ്റെ പുതിയ മുദ്രാവാക്യമാണ്. സന്തോഷാത്മകമായ ജീവിതം. സാധാരണ ജീവിതം മാത്രമല്ല, ജീവിതം സന്തോഷാത്മകമാകുക. പണം ഉള്ളത് കൊണ്ടൊന്നും ഒരു മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാനാവില്ല. സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ തന്നെ ബ്രെയിൻ 3-4 പ്രധാനപ്പെട്ട ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കുകയും അതിനനുസൃതമായ രീതിയിലുള്ള ജീവിതം നയിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാപ്തമാവുകയും ചെയ്യുമ്പോഴാണ് ആഹ്ലാദകരമായൊരു ജീവിതം ഉണ്ടാകുന്നത്.
ഹാപ്പിനെസ് എന്ന അതിൻ്റെ ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 126ാമത്തെ രാജ്യമാണ്. എന്നാൽ നമുക്കറിയുന്നത് പോലെ ഭൂട്ടാൻ 1956 ഭൂട്ടാൻ പ്രചരിച്ചത് അവിടെ ഫലപ്രദമായിട്ട് ഗവൺമെൻറ് തന്നെ പറഞ്ഞത് കൂടുതൽ സമ്പന്നന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല, സന്തോഷാത്മകമായ ജീവിതം നയിക്കാൻ ജനങ്ങളെ പ്രാപ്തമാക്കുകയാണ് ഞങ്ങളുടെ ഉന്നം. ഭൂട്ടാനെ പോലെയുള്ളൊരു ചെറിയ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്ട് 10 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് 1956 ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഹാപ്പിനെസ്, സന്തോഷാത്മകമായൊരു ജനതയെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അന്ന് പറഞ്ഞ ആ ഭൂട്ടാനൊക്കെ ഇന്ത്യയുടെ എത്രയോ മുമ്പിലാണ്. നമ്മുടെ സ്ഥാനം 126ാമത്തെ സ്ഥാനമാണ് ഇന്ത്യയിൽ. എന്നാൽ ഈ 126ാമത്തെ സ്ഥാനത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത് കേരളം ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഉറപ്പായിട്ട് പറയാം, നമുക്കൊരു 10-20 കൊല്ലക്കാലം കഴിയുമ്പോൾ ഇന്നത്തെ നിലയിൽ കേരളം മുന്നോട്ടേക്ക് പോയാൽ ഒരു നവകേരളത്തിൻ്റെ ഭാഗമായി ഞാനീ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ പട്ടിണി അവസാനിക്കുന്നു. ഇതെല്ലാം ഈ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ പോയിൻ്റാണ്. പട്ടിണി അവസാനിക്കുന്നു, കയറിക്കിടക്കാനിടം, ശരിയായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനം, ജനാധിപത്യ സംവിധാനത്തോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം, കൂട്ടായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രക്രിയ, ഇങ്ങനെ ആരോഗ്യത്തോടൊപ്പം തന്നെ തൊഴിൽ, ഈ പ്രശ്നങ്ങളെല്ലാം മൗലികമായ പ്രശ്നങ്ങളാണ്. പാർപ്പിടമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാലും മനുഷ്യന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷത്തോടുകൂടി ജീവിക്കാനാവില്ല. സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല പരിശീലനം വേണം, മാനസികമായ തയ്യാറെടുപ്പ് വേണം. നേരത്തെ പറഞ്ഞ ഡോപാമിൻ ഉൾപ്പെടെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം വേണം. 4 ഹോർമോൺസുകളെ പറ്റിയാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ പേരൊന്നും പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ കായികമായ കളി, നിങ്ങൾക്ക് എന്താണോ താല്പര്യമുള്ളത് ആ താല്പര്യമുള്ള കളിയിൽ ഇടപെടണം. അപ്പോഴേ ചില ഹോർമോൺസ് ശരിക്കും ഉൽപ്പാദിപ്പിക്കുള്ളൂ. സന്തോഷാത്മകമായ ഒരു ജീവിതത്തിന് അടിസ്ഥാനം അതാണ്. മറ്റുള്ളവരുള്ള സഹവർത്തിത്വം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കോവിഡ് കാലത്ത് ഒറ്റപ്പെട്ട് വന്നപ്പോൾ മാനസിക രോഗികളുടെ എണ്ണം കൂടി. കാരണം മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ജീവിക്കേണ്ടത്. അങ്ങനെ അവർക്ക് ആശയവിനിമയം നടത്താൻ, സന്തോഷത്തോടുകൂടി ആശയവിനിമയം നടത്താൻ ഒക്കെയുള്ള സൗകര്യങ്ങളും അതിനുള്ള വേദികളും ഒക്കെ അവർക്ക് ലഭിക്കണം. വേറൊരു കാര്യം, നിങ്ങൾക്ക് പണം ഉണ്ടായിട്ട് കാര്യമില്ല. പണമുള്ളത് കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകണം, സഹായിക്കണം. സഹായം വളരെ പ്രധാനമാണ്. അതെന്തു ആവാം, സക്കാത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് സഹായവും ആവാം. അങ്ങനെ സഹായിക്കാനുള്ളൊരു മനസ്സ് വേണം. ആ സഹായിക്കുമ്പോൾ സഹായം ഏറ്റുവാങ്ങുന്നവർ മാത്രമല്ല, സഹായം നൽകുന്ന ഓരോരുത്തരും സന്തോഷത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ആ കാര്യം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ മാനസികാവസ്ഥ എന്താ? അച്ഛൻ അമ്മയെയും അമ്മ അച്ഛനെയും പ്രോത്സാഹിപ്പിക്കണം, അഭിനന്ദിക്കണം. മലയാളിക്ക് ഭയങ്കര പിശുകാണ് ഈ അഭിനന്ദിക്കുക എന്ന് പറയുന്നത്. അഭിനന്ദിക്കൂല, താങ്ക്സ് പറയില്ല, അവരോട് എന്തെങ്കിലും രീതിയിൽ ആ രീതിയിലൊരു സൂചന പോലും നൽകില്ല. മനസ്സിലുണ്ടാവും, പ്രകടിപ്പിക്കണം. കുട്ടികൾ അച്ഛനെയും അമ്മയെയും കണ്ടാണ് പഠിക്കുന്നത്. കുട്ടികളും അങ്ങനെ തന്നെ. അച്ഛനെയും അമ്മയെയും കുട്ടികൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ അഭിനന്ദിക്കണം.
ഇങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ കൂടി ജീവിക്കുമ്പോഴാണ് അടിസ്ഥാന സൗകര്യം ലഭിച്ചാലും നമ്മൾ ഹാപ്പിനെസ് ഉള്ള ആഹ്ലാദകരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകുക. ഇതിന് ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടത്തി 3 കൊല്ലം മുമ്പ്. ആരുടെയും മുമ്പിലുള്ള ആശയമല്ല, ഭൂട്ടാൻ്റെ ഈ ആശയവുമായിട്ട് ബന്ധപ്പെടുത്ത് ഇനി ഇന്ത്യയിൽ ഹാപ്പിനെസ്സിലേക്ക് പോകാൻ കഴിയുന്ന ഒരു രാജ്യം നമ്മളാണെന്നും അതിൻ്റെ ഒരു തുടക്കം നമുക്ക് കുറിക്കാം എന്ന് കരുതിയിട്ടാണ് 11 ലക്ഷം ആളുകളാണ് പങ്കെടുത്തത് പരിപാടിയിൽ. 11 ലക്ഷം വിവിധ പരിപാടികൾ. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു, മുഖ്യമന്ത്രി സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ എല്ലാ പ്രഗത്ഭരായ ആളുകളെയും സംഘടിപ്പിച്ച് ഈ ആശയം ഞാൻ മുന്നോട്ടേക്ക് വെച്ചു, ഈ ഹാപ്പിനെസ്സിൻ്റെ ആശയം. അങ്ങനെയാണ് ഞാനിതിൻ്റെ ഹോർമോൺ, അതുപോലെ മനഃശാസ്ത്രപരമായിട്ടുള്ള ബ്രെയിനിൻ്റെ ചലന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഹോർമോൺസ് ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. അതുകൊണ്ട് ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും പതിറ്റാണ്ട് കഴിഞ്ഞാലും പോകാൻ പറ്റില്ല, നമുക്ക് പോകാം. അതിന് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ലഭിക്കുക, പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം റെഡിയാവുക. നല്ല റോഡ്, നല്ല പാലം, നല്ല ആശുപത്രി, നല്ല സ്കൂൾ കെട്ടിടം എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് തൊഴിലില്ലായ്മയാണ് പരിഹരിക്കേണ്ടത്. ആ തൊഴിലില്ലായ്മ നമുക്ക് കേരളത്തിൽ പരിഹരിക്കാം. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ള പദ്ധതി KDSCന്റെ ഭാഗമായി ഐസക് തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോഴും ജോബ് ഫെയർ നടന്നു വരികയാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അതാണ് തുടക്കം. അതിങ്ങനെയാണ്, കണക്റ്റിംഗ് തളിപ്പറമ്പ് എന്നാണ് അതിൻ്റെ പേര്. കണക്റ്റിംഗ് തളിപ്പറമ്പ്. രാജ്യത്ത് ഒരു MLAയും ഒരു 15 ആൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ശുപാർശ ചെയ്തിട്ടുണ്ടാവും, ശുപാർശയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇനി കമ്പനി തുടങ്ങിയല്ലേ, എൻ്റെ മണ്ഡലത്തിൽ ഇന്നയാൾക്ക് അല്ല ഇത്രയാൾക്ക് ജോലി കൊടുക്കണം. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി കേരളം ജോലി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ച മണ്ഡലമാണ് തളിപ്പറമ്പ്. അതിന് കൊടുത്ത പേരാണ് കണക്റ്റിംഗ് തളിപ്പറമ്പ് എന്ന്. ഞങ്ങൾ ഓരോ വീട്ടിലും പോയി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന 10-100 ആളുകളുണ്ട്, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ. നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് എല്ലാവരും, മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. എല്ലാ വീടും പോയി പൊതുവേ ഗവൺമെൻറ് എടുത്ത കണക്കുണ്ട്, തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ എത്ര. ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ആ കണക്കെടുത്തത്. ഇവിടെ 53 ലക്ഷമുണ്ട്. 53 ലക്ഷം അഭ്യസ്തവിദ്യരായ 59 വയസ്സ് വരെയുള്ളവരുടെ കണക്കാണ് നമ്മളെടുത്തത്. 59, 60 വയസ്സിന് മേലെ താഴെയുള്ള അത് 53 ലക്ഷമാണ്. അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഏതാണ് എന്ന ചോദ്യത്തിന് കാലിഫോർണിയ എന്നോ ബൈജിങ് എന്നോ അല്ല ഉത്തരം. ഉത്തരം കേരളമാണ് എന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഈ കേരളമാണ്. ആ കേരളത്തിൽ വലിയ ഒരു വിഭാഗം ഉന്നത വിദ്യാഭ്യാസം നേടിയവർ വീട്ടമ്മമാരാണ്. അവരുടെ ശേഷി, കഴിവ് ഉപയോഗിക്കാനാവുന്നില്ല കൃത്യമായിട്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ വീടിൻ്റെ അടുത്ത് ജോലി ലഭിക്കുന്ന സാഹചര്യം വന്നാൽ ഈ വീട്ടമ്മമാരായിട്ടുള്ള നിരവധി ആളുകൾ ജോലിയിലേക്ക് പോവും. കുടുംബത്തിൽ കൂടുതൽ സാമ്പത്തിക ശേഷി നേടാനാവും. ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഞങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി, ഗവൺമെൻറ് ആ നിലയിലേക്ക് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്താ ഞങ്ങൾ കണ്ടത്? ഞാൻ എൻ്റെ മണ്ഡലത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ 16,000 ആളുണ്ട് അഭ്യസ്തവിദ്യരായ 40 വയസ്സിന് താഴെയുള്ളവർ. അവരെ രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യല്ല ഇത്, നേരെ വീട്ടിലേക്ക് പോയി 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ, ആവശ്യമുള്ള മുഴുവൻ ഡാറ്റയും കളക്ട് ചെയ്തു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇവർക്ക് ഈ 16,000 ആളുകൾക്ക് എത്രയാൾക്ക് അടിയന്തരമായിട്ട് ജോലി വേണം എന്ന് നോക്കിയപ്പോൾ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ മുഴുവൻ ഇപ്പം തന്നെ ജോലിക്ക് വേണ്ടി നടക്കുകയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട.
നമ്മൾ അങ്ങനെയാണ് തൊഴിലില്ലായ്മ കണക്കാക്കുക. അല്ല, അടിയന്തരമായിട്ടും ജോലി പോകണം, ജോലിക്ക് പോകാൻ സന്നദ്ധമാണെന്ന് പറയുന്ന 7500 ആളെ ഉണ്ടാവുള്ളൂ 16,000-ൽ. 7500. അതിനും ഭയങ്കര ഡിമാൻഡുകളാണ്. വീടിൻ്റെ അടുത്ത് വേണം, പിന്നെ കണ്ണൂരിൽ വേണം, പിന്നെ കേരളത്തിൽ വേണം, പിന്നെ കുറച്ച് ആളുകൾക്ക് പുറത്തായാലും കുഴപ്പമില്ല, കുറച്ചാൾ വിദേശത്തായാലും കുഴപ്പമില്ല. ഭൂരിപക്ഷം ഇതാണ്. പിന്നെ അമ്മക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, എനിക്കിപ്പം ജോലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ ഈ ജോലിയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗമാണ്. PSC എഴുതിയിട്ടുണ്ട്, ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, അങ്ങനെയെല്ലാം പറയുന്നൊരു വലിയ വിഭാഗമുണ്ട്. എല്ലാം കൂടി ഞാൻ നോക്കിയപ്പോൾ ഒരു 7500 ആൾക്ക് മാത്രമാണ് ജോലി വേണം, നിർബന്ധം ഇപ്പം തന്നെ വേണം എന്ന് പറയുന്നവരുള്ളൂ. അത് അടുത്തും പുറത്തൊക്കെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പോർട്ടൽ രജിസ്റ്റർ ചെയ്തു, ലോകത്തിൻ്റെ വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടു. 1064 ആളുകളെ രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തരായവരുൾപ്പെടെ ചേർത്ത് അവരെ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ 1 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലും ഇന്ത്യയിലും കേരളത്തിലുമായി 1300 ആളുകൾക്ക് കണക്റ്റിംഗ് തളിപ്പറമ്പിൻ്റെ ഭാഗമായി ജോലി കൊടുത്തു. ഇതൊരു പുതിയ പരിപാടിയാണ്. ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും വരാൻ പോവാണ്. ജോബ് ഫെയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MA ഉണ്ട്, MSc ഉണ്ട്, BA ഉണ്ട്, BSc പാസ്സായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ജോലി കിട്ടില്ല. ജോലി കിട്ടണമെങ്കിൽ ഒന്ന്, അവരെ കൃത്യമായിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്നവർക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വേണം. അവരെ പഠിപ്പിക്കണം. കുറച്ച് ദിവസമേ വേണ്ടൂ. പൊതുവെ വിദ്യാഭ്യാസമുള്ളവരാണ്. പിന്നെ വിവിധ സ്കില്ല് വേണം. ആ സ്കില്ലും പഠിപ്പിക്കാൻ കഴിയുന്നതാണ്. പരമാവധി 3 മാസം 6 മാസം, അതിനപ്പുറം വേണ്ട. നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ. സന്നദ്ധതയോടെ ചെയ്യാൻ 64 പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. എഞ്ചിനീയറിംഗ് കോളേജിലെ, അതുപോലെ പോളിടെക്നിക്കിലെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകന്മാർ, ഇവരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അവരാണ് പരിശീലനം കൊടുത്തത്. ഒരു ഉദാഹരണം പറയാം, അങ്ങനെയായിരിക്കും ആ വീട് ചിന്തിക്കുന്നത് എന്ന്. ഒരു ചെറുപ്പക്കാരന്, പറശ്ശിനിക്കടവിൽ ഒരു ചെറുപ്പക്കാരൻ ജോലി കിട്ടിപ്പോയി. വിദേശത്താണ്. ഇവിടെ തന്നെ ഇൻ്റർവ്യൂ നടത്തി ജോലി കിട്ടി പോയതാണ്. ആ ചെറുപ്പക്കാരൻ അവിടെ വിദേശത്ത് പോയി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1 മാസത്തെ ശമ്പളം കിട്ടി. ആ ശമ്പളം കിട്ടിയപ്പോൾ ഇവൻ്റെ ഒരു ആവേശമാണ്. വളരെ ചെറുതാണ്, 10-23 വയസ്സേ ആയിട്ടുള്ളൂ. നല്ല ശമ്പളം. ആ ശമ്പളം കിട്ടിയതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവൻ ശമ്പളം കിട്ടിയ ദിവസം അപ്പോൾ വിളിക്കുക. നോക്കുമ്പോൾ ഇവിടെ 2:30 മണിയാണ്. അർദ്ധരാത്രി കഴിഞ്ഞ് 2:30 മണിക്കായി ഇവിടെ ഫോൺ. ഇവനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശീലിപ്പിച്ച, കണക്റ്റിംഗ് തളിപ്പറമ്പിൻ്റെ ഭാഗമായിട്ട് ഇവനെ പരിശീലിപ്പിച്ച ഒരു കുട്ടിയുണ്ട്, ചെറുപ്പക്കാരിയുണ്ട്. ആ സ്ത്രീയെ വിളിക്കുക. എടാ നീ എന്താ ഇപ്പോൾ വിളിച്ചു ചോദിച്ചു. അല്ല, എനിക്ക് ശമ്പളം കിട്ടിയെന്ന്. വളരെ ആവേശത്തിലാണ്. എനിക്ക് ശമ്പളം കിട്ടി. അതിന് നീ എന്തിനാ ഇപ്പോൾ വിളിച്ചത്? എനിക്ക് ചേച്ചീൻ്റെ നമ്പർ വേണം. ചേച്ചി എന്നാ വിളിക്കുക. ചേച്ചീൻ്റെ നമ്പർ കിട്ടി, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വിളിച്ചതാണ്. എന്നിട്ട് എന്താ കാര്യം? എനിക്ക് നിങ്ങളെ നാള് വേണം. നാള് എന്ന് പറഞ്ഞാൽ അറിയോ? ഇവിടെ നാള് എന്ന് പറഞ്ഞാൽ ഞാൻ നക്ഷത്രം വേണം. എന്തിനാവശ്യം? അപ്പോൾ ഈ പറശ്ശിക്കടവിലാണ് കേട്ടോ ഇവൻ്റെ മുത്തപ്പന് ഒരു നേർച്ച. ആ നേർച്ചയിൽ നിങ്ങളെ നക്ഷത്രം കൂടി ചേർത്ത് വേണം നേർച്ച കൊടുക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന്. ഇങ്ങനെ ജോലി ലഭിക്കുമ്പോഴുള്ള ഓരോ ചെറുപ്പക്കാരൻ്റെയും മാനസികാവസ്ഥ. തളിപ്പറമ്പ് കണക്റ്റിംഗ് തളിപ്പറമ്പിനല്ല, അവരെ പരിശീലിപ്പിച്ച അവരോടാണ് ആ ബഹുമാനം അവർ കാണിക്കുന്നത്. ഇതൊരു പുതിയ തലത്തിലേക്കുള്ള കേരളത്തിൻ്റെ വളർച്ചയാണ്. നമുക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. അത് തെളിയിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. 3,50,000 സ്വയം സംരംഭകരെ കണ്ടെത്തിയ നാടാണ് കേരളം. ഇന്ത്യക്ക് മാതൃകയാണ്, റെക്കോർഡാണ്, സർവകാല റെക്കോർഡാണ്. 3,50,000 ശരാശരി കൂട്ടിയാൽ 2 ആളെ കൂട്ടിയാൽ തന്നെ 7 ലക്ഷമായി.
ജോലി, സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ചിത്രം. കിഫ്ബി വഴി നമ്മളെ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം മുഴുവൻ, നമ്മുടെ റോഡ്, ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലയിലെ റോഡ് എത്ര മനോഹരമാണ്. അരിക്കൊമ്പനെ കൊണ്ടുവന്നപ്പോഴാണ് ആളുകൾ മുഴുവൻ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ ഈ കേരളത്തിലെ റോഡ് കണ്ടത്. അതിസുന്ദരമായ മനോഹരമായ റോഡ്, പാലങ്ങൾ. ഇപ്പോഴിതാ കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിൽ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ ഉൾപ്പെടെ നമുക്കൊരു മാസം 10,000 കോടിയുടെ പുതിയ പദ്ധതികൾ ആരംഭിക്കാനുള്ള ശേഷി നേടിക്കഴിഞ്ഞു. നമുക്കറിയാം, എറണാകുളത്ത് വെച്ച് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ പണം നിക്ഷേപിക്കാൻ 2 ലക്ഷം കോടി രൂപയാണ് 26 രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഉറപ്പ് നമുക്ക് ലഭിച്ചത്. 2 ലക്ഷം കോടി. ഈ 2 ലക്ഷം കോടി രൂപ വിജ്ഞാന സമൂഹമായ കേരളത്തിന് സമ്പത്തിനേക്കാൾ പ്രധാനം വിജ്ഞാനമാണ്, അറിവാണ്, നോളജാണ് എന്നുള്ളതുകൊണ്ട്, വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട് അതിനാവശ്യമായ വിജ്ഞാനം 15,000 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ ഉദ്ദേശിക്കുന്നത്. 15,000 സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ തലമുറ കണ്ടെത്തും. അതിനാവശ്യമായ രീതിയിലുള്ള വ്യാവസായിക ശൃംഖലകൾ നമുക്ക് രൂപപ്പെടുത്താം. 2 ലക്ഷം കോടിയാണ് നമ്മുടെ വാഗ്ദാനം. അപ്പോൾ കേരളം ഒരു സുസ്ഥിരമായ രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിലൊരു മാതൃകയായി ഒരു മുതലാളിത്ത സമൂഹം എങ്ങനെയാണ്, സോഷ്യലിസമൊന്നുമല്ല കേരളം ഒരു സോഷ്യലിസ്റ്റ് സമൂഹമൊന്നുമല്ല, ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമ പോലും നിർവഹിച്ചിട്ടില്ല, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. ആ കേരളം എങ്ങനെയാണ് ലോകോത്തരമായ രീതിയിൽ വളരുക എന്നതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കേരളത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്കല്ല ലോകത്തിന് മാതൃകയാവുന്ന ഒരു നാടാക്കി നമുക്കിതിനെ മാറ്റാം. തൊഴിലില്ലായ്മ പ്രശ്നം ഉൾപ്പെടെ നമുക്ക് പരിഹരിക്കാം. ഒരു 10-20 കൊല്ലം കൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായാൽ ഈ കുതിപ്പ് വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ എന്ന് പറഞ്ഞാൽ 400 കൊല്ലക്കാലം വികസനം നേടിയ രാജ്യങ്ങളിലെ, നമ്മളിപ്പോൾ 79 കൊല്ലല്ലേ ആയിട്ടുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് തന്നെ, അത്രയേ ആയിട്ടുള്ളൂ. കേരളത്തിന് 57 യഥാർത്ഥത്തിൽ ഈ പുതിയ മാർഗത്തിലേക്ക് നമ്മൾ വന്നത് EMSന്റെ ഗവൺമെൻറ്റോടുകൂടി. സ്വാഭാവികമായി നമുക്കിതിൻ്റെ മുന്നോട്ടേക്കുള്ള കുതിപ്പാണ്. അങ്ങനെ വന്നാൽ 400 കൊല്ലക്കാലം വളർച്ച നേടിയ ലോകത്തിലെ രാജ്യങ്ങളോട് ഒപ്പം നിൽക്കാനാവുന്ന രീതിയിലുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താനാവും. ആ പുതിയ തലത്തിലേക്കുള്ള കേരളത്തിൻ്റെ വളർച്ചയെയാണ് നവകേരളം എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഈ നവകേരളത്തിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ നിരവധിയായ പണ്ടത്തെ പോലെ അടിസ്ഥാനപരമായ വിഷയങ്ങളെല്ലാം നമ്മൾ കാണുന്നു, നമ്മളത് പൂർത്തിയാക്കുന്നു. തുടർന്ന് ഹാപ്പിനെസ് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആയുർദൈർഘ്യം കൂടുതൽ ശക്തിപ്പെട്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഇടപെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പാലിയേറ്റീവ് ഉറക്കും നമ്മൾ സജീവപ്പെടുത്തുന്നു. ഇങ്ങനെയെല്ലാം വന്നാൽ വാതിൽപ്പടി സേവനം നമ്മൾ ശക്തിപ്പെടുത്തുന്നു. എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം വീട്ടുപടിക്കൽ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എത്തിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനത്തിൻ്റെ ഒപ്പം തന്നെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഈ പ്രവർത്തനം, തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാവുന്നതോടുകൂടി ഞാൻ ഈ പറഞ്ഞ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം നമുക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കാനാവുമെന്ന വളരെ ശ്രദ്ധേയമായ നവകേരളം. ഒരു പ്രതികരണമില്ല. നിങ്ങൾക്ക് നേരത്തെ പ്രതികരണം ഉണ്ടായതെല്ലാം കൈയടിക്കുന്നു പറഞ്ഞപ്പോൾ ഉള്ളിൽ തട്ടുന്നില്ല. ഇതെല്ലാം നടക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊക്കെ നടക്കാൻ പോകുന്നതാണോ അല്ല പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നതാണോ എന്ന് അല്ല. ഇത് ഈ കേരളം നേടുക തന്നെ ചെയ്യും. നേടുമെന്നുള്ളതൊരു ഗ്യാരണ്ടി കേരളത്തിലെ ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ്, ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. അല്ലാതെ കേവലമായിട്ട് സാധിക്കുന്ന ഒന്നല്ല ഇത്. അപ്പോൾ ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പാലിയേറ്റീവ് പ്രവർത്തനത്തെ
നെഞ്ചേറ്റി വന്നിട്ടുള്ള വളണ്ടിയർമാരെയും അവരെ സഹായിക്കാൻ എത്തിച്ചേർന്ന ജനങ്ങളെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ ചുമതലകൾ എന്ന രീതിയിൽ ഞാൻ 3 കാര്യമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1, പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം. 2, ഇവിടെ പറഞ്ഞ മൊബൈൽ യൂണിറ്റിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പണി രണ്ടാമത്തെ നമുക്കവിടെ ചെയ്യാം. 3, ഇവിടെ സ്നേഹവീടിൻ്റെ താക്കോൽ ദാനം. പിന്നെ 2 സ്നേഹവീടിൻ്റെ ശിലാസ്ഥാപനം. ഇതെല്ലാം ഒന്നിച്ച് നിർവഹിച്ചതായി, അതിൻ്റെ എല്ലാം ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.